ശരിക്കും ഞാനൊരു വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. അതായത് നോർത്തിലോ മറ്റോ ആണ് ഒരു ചെറിയ കുട്ടിയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് കണ്ടതാണ്. ഒന്നും ആണെന്ന് തോന്നുന്നില്ല. ഒരു കുഞ്ഞു കുട്ടി, ഒരു 5-6 വയസ്സ് മാത്രം വരുന്ന ഒരു ആൺകുട്ടി, അതിൻ്റെ ആ ഒരു തല മുറിച്ച് മാറ്റിയ രീതിയിൽ കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ പാരൻസ് അടുത്ത് വന്നിരുന്ന് കരയുന്നു. എന്നിട്ട് അതിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു, കൈകൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അമ്മ ആ ഒരു കുഞ്ഞിൻ്റെ തല കൈകൊണ്ട് എടുക്കുന്നു, ഒരു ചുമന്ന പട്ടിൽ പൊതിയുന്നു, ആ കഴുത്തിൻ്റെ ഭാഗത്ത് വച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ, ഒരു കൊച്ചു കുട്ടിയുടെയൊക്കെ ഈ ഒരു കാര്യം ഇങ്ങനെ കാണിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും നമ്മൾ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്, ആരുടെ കാര്യം പറയുകയാണെങ്കിലും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ഈ ഒരു നമ്മുടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒരു ഈ മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കൊച്ചു കുട്ടികൾ വരെ കാണുന്ന ഒരു ഇതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾ ഉപയോഗിക്കുന്നതാണ്, റീൽസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ കൂടെ കാണിക്കാതിരിക്കുക. അത് കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ദയവ് ചെയ്ത് കൊണ്ടിടാനായിട്ടുള്ള അനുമതി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഞാനത് കണ്ടപ്പോൾ എനിക്കത് എന്തുമാത്രം ഫീൽ ചെയ്തു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടിയോ അല്ലെങ്കിൽ മനസ്സിന് കട്ടിയില്ലാത്ത ആരെങ്കിലും കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ എത്രത്തോളം മോശമായി പോയേനെ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോസുകളൊന്നും കൊണ്ടിടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ ചാനൽ തന്നെ എടുത്ത് കളയുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതായത് ഈ തല്ല് കൂടുന്നു, ആളിനെ കെട്ടിയിടുന്നു, കഴുത്ത് അറുത്ത് മാറ്റി ആ കഴുത്ത് അറുത്തെടുത്തിട്ട് ആ ഒരു കഴുത്തും കൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഒരുപാടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോ ഇടാനായിട്ട് നിങ്ങൾ കൂട്ട് നിൽക്കാതിരിക്കുക. ഇപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു സംഘിക്കുട്ടി എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്നലെയും മറ്റോ ആണെന്ന് തോന്നുന്നു, ആ കുട്ടിയുടെ ചാനലൊക്കെ നിങ്ങൾ എടുത്തു കളഞ്ഞല്ലോ. ആ ഒരു കൊച്ചു കുട്ടി വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ കുട്ടിയുടെ ചാനൽ തന്നെ നീക്കം ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇത് ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ കാണുമ്പോൾ നീക്കം ചെയ്ത് കളയാത്തത്? ശരിക്കും ഇതൊക്കെയല്ലേ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്നത്, മറ്റുള്ളവരെ ട്രോമയിലേക്ക് ആക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസുകളല്ലേ. അപ്പോൾ ഇതിന് വേണം ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും പറയണമെന്ന് തോന്നി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് നല്ല വിഷമമാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിലെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കുക. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുറച്ചധികം സ്ത്രീകൾ അനാശാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒക്കെ വേണം മനുഷ്യനായിട്ടുള്ളവർ പ്രതികരിക്കാനായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇൻസ്റ്റാഗ്രാമൊക്കെ ചെറിയ മക്കൾ വരെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ വേണമെന്ന നടപടി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.